ചേട്ടാ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തൊട്ട് ഇത് KSU SFI ABVP കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പല്ല, മണ്ഡലത്തിലെ അതുകൂടെ ചർച്ച ചെയ്യണം. മനസ്സിലായില്ലേ? സിദ്ധാർത്ഥന്റെ മരണം കൂടെ ചർച്ച ചെയ്യണം. സിദ്ധാർത്ഥന്റെ മരണം ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതി ഒന്ന് മനസ്സിലാക്കണം. ധീരജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. സ്വന്തം മകനെ കൊന്നവന്റെ മുമ്പേണ് പറഞ്ഞത് സംരക്ഷിക്കും ഞാൻ, എന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞൊരു ചരിത്രമുണ്ട്. അതൊക്കെ പോട്ട് ഇപ്പൊ ഇവിടെ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു ചേട്ടൻ. ഞാൻ 1600 മാസം ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ട്, വികലാംഗ പെൻഷൻ. വീൽ ചെയറിലാണ്. ഇപ്പൊ ചേട്ടന് കാണാലോ, 1600 1300 രൂപ എനിക്ക് തരണത് പിണറായി സർക്കാരാണ്, 300 തരണത് BJP ആണ്. അപ്പൊ ഇല്ല 300 വലുത്, 1300 വലുത്. അത് ഒന്ന്. രണ്ട്, ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഒന്ന് മനസ്സിലാക്കണം. ഈ ക്ഷേമ പെൻഷനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ BS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് 500 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കൂട്ടിയത് 100 രൂപയാണ്, 600 രൂപയാക്കി. 18 മാസം ആ പെൻഷൻ കൊടുത്തിട്ടില്ല. ഓർമ്മ ഉണ്ടല്ലേ? ആ 18 മാസം വികലാംഗനും ഉണ്ടായിരുന്നു, വിധവയും ഉണ്ടായിരുന്നു, വയസ്സായ അമ്മമാരും ഉണ്ടായിരുന്നു. 4 മാസത്തെ കുടിച്ചുകൊണ്ടെന്ന് പറഞ്ഞോട്ട് ചേട്ടാ, പറഞ്ഞോട്ട് കിടണ്ട. എന്നിട്ട് ഈ 7.5 വർഷം കൊണ്ട് പിണറായി സർക്കാർ കൂട്ടിയത് 1000 രൂപയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൂട്ടിയത് 100 രൂപ. ഒരു കാരണവശാലും യോഗ്യതയില്ല. ഈ 7.5 വർഷം കൊണ്ട് കേരളത്തിൽ 3,55,000 പരം വീടുകളുടെ പണി പൂർത്തിവെച്ചു ലൈഫ് പദ്ധതിയിൽ. കേന്ദ്രം കൊടുക്കുന്ന ഓഹരി എത്രയാണെന്ന് അറിയാലേ? ഈ 3,55,000 പേര് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചപ്പോഴും കേരളത്തിൽ തന്നെയായിരുന്നു. അല്ല, 2000 പിണറായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കയറി വന്നതല്ല. ചോദ്യം പറഞ്ഞോട്ട് അവരുടെ പറഞ്ഞത്. 2, വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നിപ്പോ ഒരു കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസം നമ്മളെ സ്കൂളുകളെല്ലാം ഹൈടെക് നിലവാരത്തിൽ രാജ്യത്തിന് നമ്പർ 1 ഹൈടെക് നിലവാരമുള്ള ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ള ഏക സംസ്ഥാനം കേരളമാണ്. തർക്കമുണ്ടാ? ഇല്ല. ആ സമയത്ത് ഒന്ന് ആലോചിക്കണം. 2015 കാലയളവില് പാഠക പുസ്തകമില്ലാതെ ഇവിടെ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് പഠിച്ചിട്ടുണ്ട്. ആ കേരളത്തിലാണ് വിദ്യാഭ്യാസ വില ഉയർന്നത്. ഇല്ലേ? ചോദ്യമുണ്ടോ? ചോദ്യമല്ല, പറയാനുള്ള കാര്യം പറഞ്ഞിട്ടേ. ഇല്ല, അടുത്ത ആളേക്ക് ചോദിക്കൂ. നിങ്ങൾ ചോദിക്കൂ. പ്രസംഗം നടത്താനല്ല, ഇത്രയും കേട്ടോണ്ടിരുന്ന ചോദ്യമുണ്ടോ? ചോദിക്കാനുണ്ടോ? ചോദിക്ക്. പ്രസംഗം വേണ്ട, ചോദ്യത്തിലേക്ക് വാ. മറുപടിയാണ് പറഞ്ഞത്. ഇരിക്കെ. പ്രസംഗം വേണ്ട, ചോദ്യത്തിലേക്ക് വാ. പിന്നെ നിങ്ങൾ ചോദ്യമുണ്ടോ? അവര് ഞങ്ങൾ ക്ഷണിച്ച് വന്ന 3 മുന്നണികളുടെ പ്രതിനിധികളാ. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരമില്ല. ചോദിക്കാം. പറഞ്ഞിട്ടേ പോവുള്ളൂ. അങ്ങനെ പറയാൻ സമ്മതിക്കില്ല. നിങ്ങൾ ചോദിക്കാനുണ്ടോ? ആ മൈക്കിങ് തന്നെ. മൈക്ക് അല്ല, ഒരു മിനിറ്റ്. ചോദ്യം പ്രസംഗമല്ല, നിങ്ങൾ ചോദിക്കും. അടുത്ത ചോദ്യം. പ്രസംഗിക്കാനല്ല ഇത്, ചോദ്യം ചോദിക്കാനാണ്. അടുത്ത ചോദ്യം ചോദിക്കൂ. അടുത്ത ചോദ്യം. അല്ല, പ്ലീസ്. ഇല്ല. അല്ല, അതെ, പ്രസംഗത്തിന് അവസരം ഇല്ല. അതൊന്നും പറ്റില്ല. പ്രസംഗത്തിന് ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇല്ല. പ്രസംഗിക്കാൻ അവസരമില്ല. ചോദ്യം ചോദിക്കാം. ഓൺലി ക്വസ്റ്റ്യൻസ്. നോ പ്രസംഗം. അതൊക്കെ ഞങ്ങൾ പ്രസംഗം വേണ്ട. മാറിയിരിക്കാം. മാറൂ പ്ലീസ്. പോയിരിക്കെ. നിങ്ങൾ ഇരിക്കെ. ചോദ്യം ചോദിക്കാം. ഞാൻ ആങ്കറാണ്. ചോദിക്കാം. എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനസഭയിൽ നോ. എന്തായാലും ആറ്റിങ്ങൽ ജനസഭയിലെ ഇപ്പൊ നടക്കുന്ന എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ വിലയിരുത്തട്ടെ. ജനസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. അല്ലാതെ എല്ലാവരും കയറി പ്രസംഗിച്ച അതിനെ സമയത്ത് പ്രസംഗിക്കാനുള്ള അവസരമില്ല, ചോദിക്കാനുള്ള അവസരം മാത്രമേ ഉള്ളൂ. ഓൺലി ക്വസ്റ്റ്യൻ. ആരാണെങ്കിലും ചോദ്യം ചോദിക്കാനേ കൊടുക്കാം. പ്രസംഗം പറ്റില്ല. നിങ്ങൾ പോയി സീറ്റിലിരിക്കെ. ചോദ്യം ചോദിക്കുകയാണെങ്കിൽ
ചോദ്യത്തിന് അനുമതി നൽകും. ചോദ്യത്തിന് അനുമതി നൽകും. എനിക്ക് വാശി പിടിക്കണം, ഞാൻ ആങ്കറാണ്. ഞാൻ അവിടെ പോയിരിക്കെ ചോദിക്കാനുള്ള അവസരം കൊടുക്കും, പ്രസംഗത്തിനുള്ള അവസരം കൊടുക്കില്ല. ചോദിക്കാം. യെസ് യെസ്, നിങ്ങൾ ഇരിക്കെ ചോദിക്കാനുള്ള അവസരം കൊടുക്കാമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. പക്ഷേ പ്രസംഗിക്കാൻ അവസരം കൊടുക്കില്ല. ഇങ്ങനെ എല്ലാവരും പ്രസംഗിച്ചാൽ പിന്നെ ഇവരെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഈ 3 പേരെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ചോദ്യം ചോദിക്കാം. കം ടു ദ ക്വസ്റ്റ്യൻ പ്ലീസ്. യു കൻ ആസ്ക്. ഇതാ ചോദ്യം മാത്രം പ്ലീസ്. ആരോടാണ് ചോദ്യം? യെസ് സാർ, ഇതിപ്പം ഞാൻ പറഞ്ഞ പ്രസംഗം ആയിപ്പോന്ന് പറഞ്ഞു. വികസനം പറയുമ്പോൾ ഇവിടെ വികസന വിരോധികളാണ്. ക്വസ്റ്റ്യന് മുമ്പ് ഒരു ഒറ്റ പോയിന്റ് കൂടി. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ചപ്പോൾ പുള്ളി ഒരു വാക്ക് പറഞ്ഞായിരുന്നു. ഇപ്പം മോദി സർക്കാരിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു. അതിന് ഉദാഹരണമാണ് ഇല്ല കാണുന്ന പോസ്റ്റർ, താങ്കളുടെ ബാക്കിൽ നിൽക്കുന്ന മോദിയുടെ വലിയ പിക്ക്. അപ്പൊ ഇനി പോയിന്റിലേക്ക് വരാം, ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ നാട്ടില് സ്കൂളുകളായോ സ്കൂൾ ബിൽഡിംഗ് ആയോ അല്ലെങ്കിൽ ആശുപത്രികളായോ എന്തെങ്കിലും വികസന പ്രവർത്തനം നിങ്ങളുടെ MP ചെയ്തിട്ടുണ്ടോ? അത് ഒന്ന് ചേട്ടനോട്. ഇനി ചേട്ടനോട് ഒരു ചോദ്യം കൂടാ. എനിക്ക് 1600 പെൻഷൻ കിട്ടുന്നത്, അതിൽ 300 രൂപ കിട്ടാറില്ല. 300 രൂപ നിങ്ങൾ തരുന്നത്, 1300 കേരള സർക്കാർ. ചേട്ടാ, നിങ്ങളൊരു 1300 ആക്കി 2600 ആക്കി തരാൻ പറ്റുമോ ഈ വികലാംഗർക്കെങ്കിലും? ഓക്കെ